ആദരിക്കുന്നത് നമുക്കാർക്കും മറക്കാൻ പറ്റാത്ത ഒരു ഗായികയാണ് ശ്രീമതി പി സുശീല. തിങ്കൾ പക്ഷി നീലത്താമരക്കുളത്തിലെ തിങ്കൾ പക്ഷി പേരെന്ത്? സുശീലമ്മ ആന്ധ്രാപ്രദേശിൽ വിജയനഗരത്തിൽ ജനിച്ചു. അച്ഛൻ വീണ വിദ്വാനായിരുന്നു. സുശീലമ്മ മഹാരാജ കോളേജിൽ ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പാസ്സായി. ഫാമിലിയിൽ എല്ലാവരുടെയും ആഗ്രഹം കർണാട്ടിക് മ്യൂസീഷ്യനായിട്ട് കാണണമെന്നായിരുന്നു. സുശീലമ്മ പക്ഷേ പ്ലേബാക്ക് സിംഗറായി. ആദ്യമായി പാടിയ ഫിലിം പെട്രത്തായി നാഗേശ്വര റാവു സാറിന്റെ മ്യൂസിക്കിലാണ് ആദ്യത്തെ പാട്ട് പാടിയത്. മലയാളത്തിൽ നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പാട്ടുപാടി ഉറക്കാം ഞാൻ എന്ന ഗാനം ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതത്തില്. സുശീലമ്മ ദേവരാജൻ മാസ്റ്റർക്ക് മാത്രം തന്നെ 250-ൽ പരം പാട്ടുകൾ പാടിയിട്ടുണ്ട്. മാസ്റ്ററുടെ ഫേവറേറ്റ് സിംഗറാണെന്ന് വേണമെങ്കിൽ പറയാം. മാസ്റ്റർ ഏറ്റവും കൂടുതൽ സുശീലമ്മയെ കുറിച്ച് പറയാറുള്ളത് സുശീലമ്മയുടെ ശബ്ദത്തിനെ കുറിച്ചിട്ടാണ്. ഞാൻ മുമ്പ് മാസ്റ്ററിന്റെ എപ്പിസോഡിൽ അത് പറഞ്ഞിട്ടുണ്ട്. മഞ്ചാടി മണി പോലെ ഉള്ള വഴുവഴുപ്പും തരിതരിപ്പും ഉള്ളൊരു ശബ്ദമാണെന്ന് പറയാറുണ്ട്. പിന്നെ ഭാഷയേക്കാൾ പ്രാധാന്യം സുശീലമ്മയുടെ എന്താ പറയുക ഭാവത്തിനാണ്. ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. ഭാവം ജന്മസിദ്ധമായിട്ട് വരേണ്ട ഒരു ക്വാളിറ്റിയാണെന്ന് മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. മാസ്റ്റർ കമ്പോസ് ചെയ്യുമ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന സംഗതി അതിന്റെ ഏറ്റവും പെർഫെക്ഷനോട് കൂടി സുശീലമ്മയുടെ ശബ്ദത്തിൽ കൂടെ കിട്ടാറുണ്ടെന്ന് മാസ്റ്റർ പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. തികഞ്ഞ ഒരു സായി ഭക്തയാണ് സുശീലമ്മ. സുശീലമ്മയുടെ ഒരു മകനേ ഉള്ളൂ. മകന്റെ ഭാര്യ സന്ധ്യയും നല്ലൊരു ഗായികയാണ്. സുശീലമ്മയുടെ അതേ ഓൾമോസ്റ്റ് ഒരു സിമിലർ ആയിട്ടുള്ളൊരു ശബ്ദമാണ് സന്ധ്യയ്ക്കും. നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് സുശീലമ്മയ്ക്ക്. രാഷ്ട്രം പത്മഭൂഷൺ അവാർഡ് നൽകി ആദരിച്ചു. സുശീലമ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വായ തുറന്നാണ് സുശീലമ്മ പാടുന്നത്. അത് കാരണം അക്ഷരങ്ങൾ വളർന്നിട്ട് വരും. എല്ലാവരും അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് സുശീലമ്മ പാടുന്നത് കണ്ട് പഠിക്കണം. എത്ര വ്യക്തമായിട്ടാണ് വാക്കുകൾ പറയുന്നതെന്നുള്ളത് അതൊരു വലിയൊരു ക്വാളിറ്റിയാണ്. ഞാനിന്ന് ഇവിടെ പാടുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട അമ്പാടി പൂങ്കുയിലെ എന്ന ഗാനം. അമ്പാടി പൂങ്കുയിലേ പാടുമഞ്ജന പൂങ്കുയിലേ, അമ്പാടി പൂങ്കുയിലേ പാടുമഞ്ജന പൂങ്കുയിലേ, കറുത്ത ചന്ദ്രികയിൽ കാളിന്തി തീരത്തിൽ, കറുത്ത ചന്ദ്രികയിൽ കാളിന്തി തീരത്തിൽ വരുമോ നീ കണ്ണു കാണാ കുറുമുൾപ്പു ചൂടുമോ നീ, അമ്പാടി പൂങ്കുയിലേ പാടുമഞ്ജന പൂങ്കുയിലേ. രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? സുശീലമ്മ വേറിട്ട ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പറഞ്ഞാൽ തീരില്ല. നമ്മൾ 1 കോടി പ്രാവശ്യം പറയണം. കാരണം ലതാ മങ്കേഷ്കർ, ആശാ ഭോസ്ലെ, എസ് ജാനകി, KS ചിത്ര, അതുപോലെ ഒരുപാട് വലിയ വലിയ ഗായികമാരുണ്ട്. അവരുടെ എല്ലാം ശബ്ദം ഇവിടെ ആരെങ്കിലുമൊക്കെ അനുകരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ആരെങ്കിലും ഇപ്പൊ ചിത്രയെ പോലെ പാടുന്ന അല്ലെങ്കിൽ അതുപോലെ ശബ്ദം അനുകരിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും പോലെ എന്ന് പറയുന്നത് അതുപോലെ ആകാൻ സാധിക്കത്തില്ലെങ്കിൽ പോലും ആ ശബ്ദ അനുകരണം അല്ലെങ്കിൽ യേശുദാസിനെ പോലെ പാടുക. പക്ഷെ സുശീലാമ്മയുടെ ശബ്ദത്തിനെ ഒരുപക്ഷെ സുശീലാമ്മയുടെ മരുമോളല്ലാതെ, അതും ഒരു പരിധിവരെ അല്ലാതെ ആ ശബ്ദത്തിന്റെ അനുകരണമോ ആ ശബ്ദത്തിന്റെ സുഖമോ ആ ശബ്ദത്തിന്റെ അക്ഷരസ്ഫുടതയോ ഇന്ന്
ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കുട്ടിക്കും ഒരു സ്ത്രീക്കും കിട്ടിയിട്ടില്ല, അതുണ്ടാകുകയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്ര ഗിഫ്റ്റഡ് വോയിസ് ആണ്. രവീന്ദ്രൻ മാഷിന്റെ അമ്മക്കളിക്കൂട് എന്ന ചിത്രത്തില് സുശീലാമ്മ ഒരു പാട്ട് പാടി, ഞാനും അതിനകത്ത് ഒരു പാട്ട് പാടിയിരുന്നു. അപ്പം പാടിക്കഴിഞ്ഞപ്പോ രവീന്ദ്രൻ മാഷ് എന്റെ അടുത്ത് പറഞ്ഞു, കൂട്ടാ നീ ഒരു കാര്യം ചെയ്യും, നീ അമ്മയെ കൊണ്ട് ഈ പാട്ട് പാടിച്ചോളാൻ പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും എനിക്ക് ആ നിമിഷങ്ങൾ മറക്കാൻ പറ്റില്ല. കാരണം എനിക്കൊരിക്കലും അങ്ങനെ പാടിക്കാൻ പറ്റുമോ എന്ന് പിന്നെ എന്താണ് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്തൊരു കാര്യം പെട്ടെന്ന് പിന്നെ പ്രാവർത്തികമായിട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്നൊരു വികാരമായിരുന്നു. അസാധ്യമായിട്ട് അതിനകത്ത് അമ്മ ഒരു രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു ഗീതം പോലൊരു പാട്ട് പാടിയിട്ടുണ്ട്. അതൊക്കെ എന്റെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നു. അമ്മയ്ക്ക് എന്താ പറയുന്നത്, ഇനിയും ഇനിയും സർവശക്തൻ സൗന്ദര്യവും ആയുസ്സും പാട്ടുകളും ഒക്കെ കൊടുക്കട്ടെ. അമ്മ പാടി ഒരുപാട് പാട്ടുകളുണ്ട്. പൂന്തേനരുവി, അതൊരു മനോഹരമായ ഗാനം. എല്ലാരും പാടത്ത് സ്വർണം വീതച്ചു, നളചരിതത്തിലെ നായകനോ. പിന്നെ പ്രിയതമ, ഒരുപാട് ഗാനങ്ങളുണ്ടെങ്കിലും എനിക്കിന്നും എന്നും പ്രിയപ്പെട്ട ഒരു ഗാനം ഞാനിവിടെ ആലപിക്കുകയാണ്. 7 സുന്ദര രാത്രികൾ. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹപൂർവ രാത്രികൾ, ഇനി 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹപൂർവ രാത്രികൾ, ഇനി 7 സുന്ദര രാത്രികൾ.